ചരിത്രമുറങ്ങുന്ന ഗ്രീസിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് രാവിലെ നടക്കാനിറങ്ങുമ്പോൾ വലിയൊരു വടിയും കൊണ്ടാണ് അത് നടക്കാനിറങ്ങിയത്. കൂടെ ഒരു പരിചാരകനുണ്ട്. രാജാവ് നടക്കാനിറങ്ങുന്നതിന്റെ ചുറ്റും വിശാലമായി പോപ്പിച്ചെടികൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, പടർന്നിരിക്കുകയാണ്. രാജാവ് ഈ വടിയെടുത്തിട്ട് അതിലേറ്റവും ഹൈറ്റുള്ള പോപ്പിച്ചെടികളെ മാത്രം അടിച്ച് നിലത്ത് വീഴ്ത്തിക്കൊണ്ടേ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. അപ്പൊ കൂടെയുള്ള പരിചാരകൻ ചോദിച്ചു, എന്തിനാണ് കിങ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. രാജാവ് രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് അയാൾ നടന്നുപോയി എന്നുള്ളതാണ്. ഇതിന്റെ പേരാണ് ടോൾ പോപ്പി സിൻഡ്രോം. നമ്മൾ ഗ്രൂപ്പിലുണ്ടെങ്കിൽ, നമ്മളൊരു സുഹൃത്തുക്കളുടെ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ, നമ്മൾ മാത്രം അതിൽ വളരാൻ വേണ്ടിയിട്ട് കൊതിച്ച് വളരാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഗ്രൂപ്പ് തന്നെ കോൺഷ്യസ്ലി അല്ല സബ് കോൺഷ്യസ്ലി നമ്മളെ പിടിച്ച് അവർക്കൊപ്പം നിർത്താനൊരു ശ്രമം നടത്തും. ഞണ്ടുകളെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞണ്ടുകളൊക്കെ എടുത്ത് നമ്മളൊരു ബക്കറ്റിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഞണ്ട് മാത്രം കഷ്ടപ്പെട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ മറ്റു ഞണ്ടുകളൊക്കെ കൂടിയിട്ട് അതിനെ പിടിച്ചോണ്ട് വലിച്ചിടും. നിങ്ങൾ വളരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, വളരാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് എഫേർട്ട് ഇടുമ്പോൾ, വളരുമ്പോൾ ആദ്യം നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കും നിങ്ങൾക്കെതിരെ തിരിയുക. അവരുടെ ആഗ്രഹം ആ മുകളിലോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പിടിച്ച് അവർക്കൊപ്പം നിർത്തണം എന്നുള്ളതാണ്. കോൺഷ്യസ്ലി അല്ല സബ് കോൺഷ്യസ്ലി അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് അവർക്ക്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തൊരു നെഗറ്റീവാണ് ഇയാളെ തലയിൽ മാത്രമേ ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ വളരുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടതെന്ന്. ശരിക്കും അവർ മോശം മനുഷ്യരായതുകൊണ്ടൊന്നും അല്ല. അവര് നമ്മളെ നോക്കുമ്പോൾ അവർക്ക് നേരെ പിടിച്ച കണ്ണാടിയായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതാണ് അവിടെ പ്രശ്നം. ഇപ്പോൾ നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നു, എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തൊക്കെയോ ചെയ്ത് നമ്മൾ സമയം കളഞ്ഞു, എവിടെ എത്തിയിട്ടില്ല. ഇനിയെങ്കിലും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം, പണം ഉണ്ടാക്കണം, അഭിമാനത്തോടുകൂടി നടക്കണം, ആഗ്രഹിച്ചതൊക്കെ നേടണം, ഫ്രീഡം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ച് ഒരു സ്പാർക്ക് കൊണ്ട് വരിട്ടോ നമുക്ക്. ആ സ്പാർക്കിന്റെ ബലത്തിൽ നമ്മൾ ദിവസം പ്ലാൻ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പതുക്കെ ആ പഴയ ഐഡന്റിറ്റിയോട് മാറാൻ തുടങ്ങും. മാറിയിട്ട് പുതിയൊരു ഐഡന്റിറ്റി ഇങ്ങനെ ബിൽഡായി വരുമ്പോൾ കൂടുള്ള ആളുകൾക്ക് അസ്വസ്ഥതയായി. കാരണം പണ്ടത്തെ പോലെ അവർ വിളിച്ചാൽ നമ്മൾ ചെല്ലുന്നില്ല. പണ്ടത്തെ പോലെ മണിക്കൂറോളമുള്ള അനാവശ്യമായ സംസാരങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല. ആ അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. പിന്നെ പതുക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് സംസാരിക്കുന്നു. അതിനിടയിൽ നമ്മൾ പറയും, 5 മണിക്ക് എഴുന്നേറ്റു, വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇപ്പോൾ 1 മാസമായിട്ട് ഞാൻ ചെയ്തു. ഭയങ്കര മോട്ടിവേഷനോടുകൂടി നമ്മൾ പറയും. പക്ഷെ അപ്പുറത്തുള്ള ആൾക്ക് അത് ഫീൽ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ റിഗ്രറ്റ് ആയിട്ടാണ്. അവനത് ചെയ്തു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള റിഗ്രറ്റ്. നമ്മൾ പറയുന്നത് പുതിയൊരു സ്കില്ല് പഠിച്ചു, അതിന് ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന കോഴ്സസ് അറ്റൻഡ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ എവിടെ എത്തില്ലേ ദൈവമേ, അങ്ങനത്തെ ഒരു വേദന അവിടെ വരുന്നുണ്ട്. അവർക്ക് 2 വഴികളുള്ള അവിടെ. ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോലെ തന്നെ 5 മണിക്ക് എഴുന്നേൽക്കുക, പഠിക്കുക, കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ വഴി എന്താന്ന് പറഞ്ഞാൽ ഞണ്ടുകളെ പോലെ തന്നെ മുകളിലോട്ട് പോകുന്ന ഒരുത്തനെ പിടിച്ച് താഴേക്ക് ഇട്ടിട്ട് അവരുടെ ഒപ്പം എത്തിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ സബ് കോൺഷ്യസ്ലി നടക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്നതിൽ അധികവും ബോധമില്ലാതെ ചെയ്യുന്നതാണ്, കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല. പക്ഷെ അവിടെ അതാണ് നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങളുടെ കൂടെയുള്ള ആളുകളുണ്ടല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിക്കോട്ടെ, അവരൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകളായിരിക്കും. അവരുടെയൊക്കെ ആവറേജ് ആയിരിക്കും നിങ്ങൾ എല്ലാ കാര്യത്തിലും. ഏതാണ്ട് നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഒരു നിലവാരം നോക്കിയിട്ട് നിങ്ങളുടെ നിലവാരം പറയാം എന്നുള്ളതാണ്. അത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ഫോം ചെയ്യുക. ഇനി നിങ്ങൾ ബെറ്റർ ആയി, നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്നുകൂടി മാറി, നിങ്ങൾ പുതിയൊരാളായി മാറുന്നു, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ മാറുന്നു എന്ന് വിചാരിക്കുക. പതുക്കെ ആ പഴയ ഗ്രൂപ്പ് നമ്മളെ വിട്ടു പോകാൻ തുടങ്ങും. നമ്മുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റിക്ക് സ്യൂട്ടായ ഒരു ഗ്രൂപ്പിനെ നമ്മളപ്പോൾ കണ്ടെത്തും. അതിനിടയിൽ ഒരു ഘട്ടമുണ്ട്, ഏകാന്തത. നമ്മുടെ പഴയ ഗ്രൂപ്പ്സ് ഒക്കെ നമ്മുടെ പ്രയോറിറ്റീസ് മാറി, നമ്മുടെ മൈൻഡ് സെറ്റ് മാറി, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ മാറുമ്പോൾ പതുക്കെ നമ്മളെ വിട്ടുപോകും. തുടക്കത്തിൽ കോൾഡായിട്ട് നമ്മളോട് ഇടപെടും, പതുക്കെ അവർ പോവും. എന്നാൽ നമ്മൾ പുതിയ ഗ്രൂപ്പിനെ കണ്ടെത്തിയിട്ടും ഉണ്ടാവില്ല. അപ്പൊ ഒരു ഏകാന്തത ഉണ്ട്. ആ ഏകാന്തതയെ നമ്മൾ സൂക്ഷിക്കണം. എന്താന്ന് പറഞ്ഞാൽ വീണ്ടും അവർക്ക് വേണ്ടി ടൈം മാറ്റി വെക്കണം എന്നൊക്കെ ഏകാന്തമായ ചില രാത്രികളിലൊക്കെ നമുക്ക് തോന്നും. ആ ഏകാന്തത നമ്മളെ കൊണ്ട് അത് തോന്നിപ്പിക്കുന്നതാണ്. അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണം. കാരണം നമ്മുടെ ഗ്രൂപ്പിന്റെ ആവറേജ് ആണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങുന്നതിന്റെ ഇടയിൽ വീണ്ടും ആ പഴയ ഗ്രൂപ്പ് പോയി കഴിഞ്ഞാൽ സബ് കോൺഷ്യസ്ലി തന്നെ നമ്മൾ വീണ്ടും ആ പഴയ നിലവാരത്തിലോട്ട് പോകും എന്നുള്ളതാണ്. ഞാൻ ഈ സെപ്പറേഷനെ ഏകാന്തത, ലോൺലിനെസ് എന്നൊന്നും അല്ല പറയാ, പ്രമോഷൻ എന്നാണ് പറയാ. സ്കൂളിൽ നിന്ന് നമ്മൾ കോളേജിലോട്ട് പ്രമോഷൻ കിട്ടി, അവിടെ സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ആ പഴയ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ അകന്നു, പഴയ ഫ്രണ്ട്സ് എന്നൊക്കെ മാറി പുതിയ ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടെത്തി. പക്ഷെ അവിടെ പുതിയ ആളുകളെ പെട്ടെന്ന് കണ്ടെത്തുന്നത് കൊണ്ട് നമുക്ക് അത്ര ഏകാന്തതയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും പഴയ ആ ടീമിനെയൊക്കെ നമ്മൾ മിസ് ചെയ്തിട്ടും ഉണ്ടാവും. ഇത് നമ്മൾ പെട്ടെന്ന് കണ്ടെത്തില്ല, കാരണം നമ്മുടെ ഒരു ഐഡന്റിറ്റി ഫോമായി, അതിനൊരു സമയമുണ്ട്. അതിനുശേഷം നമ്മൾ താനെ നമുക്ക് അനുയോജ്യമായ ഗ്രൂപ്പിനെ കണ്ടെത്തും. ആ സമയത്തിൽ അനുഭവിക്കുന്ന ഒരു ഏകാന്തത ഉണ്ട്. അവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മളെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്,
നമ്മൾ വളരാൻ ആഗ്രഹിച്ചോ ഈ ഏകാന്തത എന്നുള്ളൊരു ഘട്ടത്തിലൂടെ പോയേ പറ്റൂ. സ്റ്റീൽ ഉണ്ടാകുമ്പോൾ അയന്റെ ഓർ, ഇരുമ്പയിര് എന്നൊക്കെ പറയല്ലോ, അത് അത്രയും ഹെവി ടെമ്പറേച്ചറിൽ തീരെ അങ്ങോട്ട് വെക്കും. അത് ചുട്ട് പഴുത്ത് അതിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാലിന്യങ്ങളൊക്കെ കത്തിപ്പോകുന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഏകാന്തത എന്നുള്ളൊരു ആ ഒരു സമയത്തെ അതുപോലെ കാണണം. സെക്കൻഡായിട്ട് നമ്മുടെ ഐഡന്റിറ്റിയെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇവിടെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാവാൻ ആഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്യുക. നമ്മളെപ്പോഴും പേർപ്പസിനെ ഫോളോ ചെയ്യണം, ഇമോഷൻസിനെ അല്ല. സോ ആ ഇമോഷൻസിന്റെ പുറകെ പോയി നമ്മൾ നേടാൻ ആഗ്രഹിച്ച പലതും നമ്മൾ മിസ് ചെയ്യുന്നുള്ളതാണ്. ഫോണിലൊരു നോട്ട് ഉണ്ടാക്കുക, അതിലിങ്ങനെ എഴുതുക 6 മാസം കഴിഞ്ഞിട്ടുള്ള ഞാൻ എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്ന്. അത് കരിയർ വൈസ് ആയാലും ഇൻകം വൈസ് ആയാലും സ്കിൽ വൈസ് ആയാലും ഡെയിലി റുട്ടീനിന്റെ കാര്യത്തിലായാലും അതൊക്കെ കൃത്യമായിട്ടാണ് എഴുതുക. 6 മാസത്തിന് ശേഷമുള്ള ആൾ ഈ ഐഡന്റിറ്റി ഉള്ള ആളായിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് എഴുതുക. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഏകാന്തതയൊക്കെ തോന്നുമ്പോൾ നമ്മളത് എടുത്ത് വായിക്കുക. നമുക്ക് ഇതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം, അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ പുതിയ മനുഷ്യനാവുക, പുതിയൊരു ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്നൊന്നുമല്ല. അതിന് സമയമെടുക്കും. നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റ്സ്, നമ്മൾ ഇടപെടുന്ന മനുഷ്യർ, അവരുടെ രീതികൾ, അവരുടെ സ്വഭാവങ്ങൾ, ഇതൊക്കെ അതിനെ സ്വാധീനിക്കുന്നുള്ളതാണ്. സോ നിങ്ങൾ പുതിയൊരു വ്യക്തിയാവാൻ ആഗ്രഹിക്കുമ്പോൾ ഇതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. നെഗറ്റീവായ, നമ്മളെ പിടിച്ച് താഴ്ത്തുന്ന, ഗ്രോത്തിലോട്ടല്ലാതെ താഴത്തോട്ട് പോകുന്ന തരം മനുഷ്യരുണ്ടല്ലോ, ചിന്തകൾ, ആശയങ്ങൾ, നെഗറ്റിവിറ്റികൾ, ഇതൊന്നൊക്കെ മാറി നിൽക്കുക. നിങ്ങൾ പുതിയൊരു മനുഷ്യനാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യം അതാണ്. അപ്പൊ അത് സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യുക. നിങ്ങൾ മാറുമ്പോൾ, നിങ്ങൾ വളരുമ്പോഴൊക്കെ കൂടെയുള്ള പലരും കൊഴിഞ്ഞു പോകും. നിങ്ങൾ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇത് ഈ ഗെയിമിന്റെ ഭാഗമാണ്. നിങ്ങൾ പുതിയൊരു ഐഡന്റിറ്റിയിലോട്ട് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ആളുകൾ നിങ്ങൾ കണ്ടെത്തും. അത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് മീ MK ജയദേവ്.